ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പഴം വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു 2 പഴം എടുത്തിട്ട് ഒന്നിങ്ങനെ ചെറുതാക്കി മുറിച്ച് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 2 പഴം എടുത്തത് കാരണം ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 2 ടീസ്പൂണ് മൈദയാണ് നമ്മളിവിടെ ആഡ് ചെയ്യണത്. അത് നല്ല ഫ്ലഫിയൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ്, പിന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നമ്മളിത് പാലിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വേണ്ട പാലൊക്കെ ഒഴിച്ച് നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആവണം കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഇത്രയ്ക്ക് വേണം. കൺസിസ്റ്റൻസി ഇങ്ങനെ കോരി ഒഴിക്കേണ്ട ആ ഒരു രീതിയിൽ വേണം. നല്ല സ്മൂത്ത് ഫൈൻ പേസ്റ്റ്. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഒരു തവിയോ ഒരു സ്പൂണോ എന്താണെന്ന് വെച്ചെടുത്ത് നമുക്ക് ഇങ്ങനെ ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. പാനിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് 2 or 3 എത്ര എണ്ണാന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡ് കൂടി നമുക്ക് വേവിച്ചെടുക്കണം. ഇത് നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കും. നമ്മൾ ആ മൈദ ചേർക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ചായക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സ്നാക്കാണ്. ഏകദേശം നമ്മുടെ പഴംപൊരിയിലൊക്കെ ആ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സി യു.